നിങ്ങളെവിടെയാണ് കാണുന്നത് എനിക്കറിയില്ല, ഞങ്ങൾ കാണുന്നില്ല. ബിജെപിയുടെ ഈ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നതായിരുന്നില്ലേ ശ്രീലേഖയുടെ ചെറിയ അതിനൊരു പരിഭവം കാണിക്കില്ല? അങ്ങനെ ഒരു പരിഭവം ഇല്ല, ഒരു പരിഭവം ഇല്ല. അങ്ങനെ ഒരു പരിഭവവും ശ്രീലേഖ ചേച്ചിക്കും ഇല്ല, പാർട്ടിക്കും ഇല്ല. അതിന്റെ ഒരു റെമിനൻസസ് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. നിങ്ങളെവിടെയാണ് കാണുന്നത് എനിക്കറിയില്ല, ഞങ്ങൾ കാണുന്നില്ല. ഇന്നല്ല, ഞാൻ സിമ്പിളാണ്. താങ്കളുണ്ടായിരുന്നല്ലോ കൗൺസിലിൽ. ശരിയില്ല, ആ ഒരു വശമൊന്നും അവർ വളരെ മനോഹരം. ഞാൻ പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അത് ക്ലാരിഫൈ ചെയ്തു. എനിക്കൊന്നും പറയേണ്ടി വന്നില്ല. LDF എന്തോ പറഞ്ഞു, പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ അങ്ങനെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇത് അവർ എക്സ്പ്രസ് ചെയ്തിരുന്നു. അവർ ഭയങ്കര അപ്സെറ്റ് ആണെന്ന്. അതൊക്കെ ഞങ്ങളൊക്കെ എന്തല്ല, അതിലൊന്നും അതൊക്കെ പോലും അല്ല, അങ്ങനെയല്ല. അതെന്തായിരുന്നു അത് പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അതിനൊന്നും ഒരു കോർപ്പറേഷൻ്റെ ഭരണത്തിനും വിജയത്തിനും ഒക്കെ അവരുടെ എല്ലാവരുടെയും സാന്നിധ്യം മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടേ ഉള്ളൂ. അങ്ങനെയൊന്നും മാധ്യമ പ്രവർത്തകർ ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല. പാർട്ടിക്കുള്ളിൽ ഞങ്ങൾ ഏകദേശം ഒരു 3-4 ദിവസത്തിലൊരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് ശ്രീലേഖ ചേച്ചി ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ ഞങ്ങൾ ചർച്ച ചെയ്ത് തന്നെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ആ ശ്രീലേഖ മേയറാകും എന്നൊരു പ്രതീക്ഷ കൊടുത്തിരുന്നു, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? അല്ല, ഞാൻ പറയുന്നത് ആ വിഷയങ്ങൾ അതൊക്കെ നേരത്തെ സംസ്ഥാന അധ്യക്ഷനും പാർട്ടിയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ മേയർ ഒരാളായി ഭരണം മുന്നോട്ട് പോകുന്നു, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. താങ്കളാണ് മേയർ എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്കൊരു ഉറപ്പില്ലായിരുന്നു? അല്ല, അങ്ങനെ ഒരാളുടെ കാര്യം മാത്രം ആദ്യമേ ഉറപ്പാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി.